UDF കൺവീനർ അടൂർ പ്രകാശ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ആ വിലയിരുത്തലിലൂടെ ജനങ്ങൾ അത്തരം കാര്യങ്ങൾ നോക്കിക്കാണും എന്ന് മാത്രമല്ല അതിനാവശ്യമായ നടപടികൾ നിശ്ചയമായും സ്വീകരിക്കും എന്നുള്ളതാണ് ജനങ്ങൾ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ റിബലുകളായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. സീറ്റ് കിട്ടാത്തവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണ UDFന് വലിയ ക്ഷീണം ചെയ്തു. ഇപ്രാവശ്യം അത് തടയാൻ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ കാലേ കൂട്ടി തന്നെ അതിന് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുകയുണ്ടായി. ആ നിർദ്ദേശങ്ങൾ നൽകുക എന്ന് പറയുമ്പോൾ ഒരു മേഖലകളിലും റിബൽ സ്ഥാനാർത്ഥികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് UDF കൂടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. ആ UDF കൂടിയിട്ട് ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഒരു പട്ടിക അത് മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് ഇത്തവണ UDF പൊതുവെ സ്വീകരിച്ചൊരു തീരുമാനം.